എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വ്ളോഗുമായിട്ടാണ്. അവധി ദിവസത്തെ ഒരു വ്ളോഗാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ശനി ഞായർ ദിവസത്തെ കുറച്ച് കുക്കിങ്ങും അതുപോലെ തന്നെ ഷോപ്പിങ്ങും ഒക്കെയാണ് നമ്മൾ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച ഉള്ളൊരു പ്രധാന പരിപാടി എന്ന് പറയുന്നത് പൊന്നൂനും മുത്തിനും ഒരു ഡാൻസ് ഇവൻറ്റ് വരുന്നുണ്ട് അടുത്ത ആഴ്ച. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസിന് വേണ്ടിയിട്ട് നമ്മളിന്ന് ഒരു സ്റ്റുഡിയോയിൽ പോയിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം കുട്ടികളെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഇവർ ഡാൻസ് പഠിക്കുന്നത് സംഗീത ടീച്ചറുടെ അടുത്താണ്. ഓൺലൈനായിട്ടാണ് ഡാൻസ് പഠിപ്പിക്കുന്നത്. മാസത്തിൽ 1-2 പ്രാവശ്യം സ്റ്റുഡിയോയിൽ പോയിട്ടും കളിക്കാം. അപ്പം എല്ലാ കുട്ടികളെയും വിളിച്ചിട്ട് ഡാൻസ് ഇവൻറ്റിന് മുന്നോടിയായിട്ടുള്ളൊരു പ്രാക്ടീസ് സെക്ഷനായിരുന്നു ഈ ശനിയാഴ്ച നടന്നത്. അപ്പം സംഗീതയ്ക്ക് കുട്ടികളുടെ ഡാൻസ് പഠിപ്പിക്കുന്നത് കൂടാതെ ഫിറ്റ്നസ് ഡാൻസും ഉണ്ട് ലേഡീസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 മാസമായിട്ട് എനിക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം. അപ്പോൾ ഇനി അത് റീസ്റ്റാർട്ട് ചെയ്യണം. സംഗീതയ്ക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ താല്പര്യമുള്ളവർ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒന്ന് കയറി നോക്കാം. നമ്മൾ മാൽമോയിലാണ് ഈ സ്റ്റുഡിയോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പേരൻസിനെ കടത്തില്ല, കുട്ടികളും ടീച്ചർ മാത്രമാണ്. അപ്പോൾ അവരെ ഞങ്ങളവിടെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം തൊട്ടടുത്താണ് IKEA. അപ്പോൾ ഞങ്ങളവിടെ പോയിട്ട് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. കുറേ നാളായി നമ്മളിവിടെ IKEAയിൽ പോയിട്ട്. അപ്പോൾ നമ്മൾ വീടൊക്കെ മാറിയ സമയത്ത് പോയൊരു ഷോപ്പിംഗ് നടത്തിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുന്ന് കുറച്ചധികം ദൂരമുണ്ട് IKEAയിലേക്ക്. അപ്പോൾ IKEAയിൽ പെട്ടെന്നൊരു ചെറിയൊരു ഷോപ്പിംഗ് ആണ്. ഒരുപാട് നാളായി പോയിട്ട്. അപ്പോൾ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളാണ് അവിടെ. അതുപോലെ തന്നെ ഭയങ്കര തിരക്കുമായിരുന്നു. ഈ കൊറോണയുടെ കാര്യങ്ങളൊക്കെ ഇപ്പം കുറഞ്ഞതുകൊണ്ട് ഒരുപാട് തിരക്കായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സ്പാറ്റില ഒടിഞ്ഞു പോയി. പിന്നെ അത്യാവശ്യം വേണ്ട ഒന്നാണ് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഇവിടെ നമുക്കിങ്ങനെ വന്ന് ഷോപ്പ് ചെയ്യുന്നതിന് പകരം ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് സാധനം പിക്ക് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഇതാണ് നമ്മൾ ഉപയോഗിക്കാറുള്ള മുള വെച്ചിട്ടുള്ള സ്റ്റീമറാണിത്. ഇതൊരുപാട് പേര് ചോദിച്ചാണ്, അതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് IKEAയിൽ നിന്നാണ്. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്, നിങ്ങൾ നോക്കിയാൽ കിട്ടും. പിന്നെ ഇവിടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഉണ്ട്. ഞാൻ IKEAയിൽ നിന്ന് നോൺ സ്റ്റിക്ക് പാത്രം അങ്ങനെ വാങ്ങിക്കാറില്ല. എനിക്ക് എൻ്റെ ക്വാളിറ്റി അത്ര നന്നായിട്ട് തോന്നാറില്ല. ചിലതിൻ്റെയൊക്കെ നല്ലതാണ്. ഞാൻ കൂടുതലും സ്റ്റീലും കാസ്റ്റ് അയണുമാണ് യൂസ് ചെയ്യാറുള്ളത്. പുതിയ ടൈപ്പ് പാത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് തീമിലുള്ള കുറച്ച് ടിഷ്യൂ പേപ്പറുകളും അതുപോലെ തന്നെ പില്ലോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുതിയതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. കുറേ നാളായിട്ട് ഇതുപോലൊരു പാത്രം വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പില്ലോ സെക്ഷനാണ്. അപ്പോൾ അവിടെയൊക്കെ ക്രിസ്മസ് തീമിലുള്ള റെഡ് കളറിലുള്ള പുതിയ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ വന്നിട്ടുണ്ട്. ത്രോറഗും ഒക്കെ ക്രിസ്മസ് തീമിലുള്ളത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ്സിൻ്റെ സെക്ഷനിലും ക്രിസ്മസ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ നിന്നല്ല ലൈറ്റ് വാങ്ങിക്കുന്നത്. ലൈറ്റ് കുറച്ചുകൂടെ ചീപ്പായിട്ടുള്ള സ്ഥലത്തുനിന്ന് വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് തോന്നി. അപ്പോൾ നമ്മൾ അയക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം അവിടെ തന്നെ നമുക്ക് ഹോട്ട് ഡോഗ് കിട്ടും. അപ്പോൾ അതെനിക്ക് പിടിക്കാണ്ട് സമയം കിട്ടിയില്ല. അതൊക്കെ വാങ്ങിയിട്ട് നമ്മളിപ്പോൾ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് സ്റ്റുഡിയോ. നമ്മളവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പം 5:30 ആയപ്പോഴത്തേക്ക് അവർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഹോട്ട് ഡോഗ് കൊടുത്ത് ഇനി നേരെ വീട്ടിലേക്കാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോയതാണ്. ഡാൻസൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നല്ല വിശപ്പായിരുന്നു. ഇനി വീട്ടിൽ വന്നിട്ട് ഇവർക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യണം. 8 മണി സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് സ്വീഡിഷ് സ്റ്റൈലിലുള്ളൊരു സോസേജ് കറിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞായറാഴ്ച നല്ലൊരു സണ്ണി ഡേ ആയിരുന്നു. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയൊക്കെ -2 ഒക്കെ ആയിരുന്നു ടെമ്പറേച്ചർ. അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്ക് സ്നോ ഒക്കെ വീഴുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ രാവിലെ പുട്ടും കടലയാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ നാടൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്ക് ഇഷ്ടമാണ്.
നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു പുട്ടും കടലക്കറിയാണ്. കടലക്കറി എൻ്റെ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ളൊരു തേങ്ങ അരച്ച് വെച്ചിട്ടുള്ളൊരു കടലക്കറിയാണ്. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പുട്ട് കഴിക്കാൻ നേരത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യും കുറച്ച് തേങ്ങാപ്പാലും കൂടിയിട്ട് കുഴയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പുട്ടിന് നല്ലൊരു മയവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കിട്ടും. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ രാവിലെ നമ്മളൊരു ചായക്ക് പകരം സിനമൺ വാട്ടറാണ് കുടിക്കുന്നത്. അപ്പോൾ 2 കപ്പ് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കറുവപ്പട്ടയുടെ പൊടിയാണ് അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് രാവിലെ വെറും വയറ്റിൽ ചൂടോടുകൂടി തന്നെ ഇത് കുടിക്കും. നമ്മുടെ മെറ്റാബോളിസമൊക്കെ ഇമ്പ്രൂവ് ആകാനായിട്ട് വളരെ നല്ലതാണ് നമ്മളിങ്ങനെ സിനമൺ വാട്ടർ രാവിലെ കുടിക്കുന്നത്. അപ്പോൾ നമ്മൾ കടല വേവിക്കാനായിട്ടിട്ടുണ്ടായിരുന്നു. കടല വേവിക്കുന്ന നേരത്ത് ഒരു സവാളയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമ്മളൊരു 1.5 ടീസ്പൂൺ വലിയ ജീരകം അതുപോലെ തന്നെ ഒരു 10 കുരുമുളക് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിനുശേഷം തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന പെരുംജീരകവും കുരുമുളക് പൊടി, കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. അരയ്ക്കാൻ നേരത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലിൽ നിന്നും ഒരു തവി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരയ്ക്കാം. ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല, കുറച്ച് തരികളായിട്ട് വേണം അരയ്ക്കാനായിട്ട്. അപ്പോൾ അത് തിളപ്പിച്ചവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഈ കടുക് താളിക്കൽ. ഇതിലാണ് കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ കടുക് അതുപോലെ തന്നെ കുറച്ചധികം ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിക്കാം. ഇത് ഞാൻ ഒരു 2-3 ദിവസത്തേക്കുള്ള കടലക്കറി ഇങ്ങനെ ചെയ്യുമ്പം ഉണ്ടാക്കി വെക്കാറുണ്ട്. താളിച്ചതിന് ശേഷം അടച്ച് മാറ്റി വെക്കാം. പുട്ട് നമ്മൾ കുറ്റിയിൽ നിറച്ചിട്ട് ആവിയേറ്റെടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. ഈ പുട്ടും കടലക്കറിയും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. അപ്പോൾ ഞായറാഴ്ച നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ പൊന്നൂന് സ്വിമ്മിങ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞായറാഴ്ചയാണ്. അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു 2 മണിയാവും. അപ്പം തലേദിവസത്തെ ചോറും ചിക്കൻ കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളൊരു ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ അടുത്ത ആഴ്ചയാണ് ഇവരുടെ പ്രോഗ്രാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർക്കുള്ള കോസ്റ്റ്യൂമൊക്കെ വാങ്ങിക്കാനായിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ്. ഒരു മോളാണ്. നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് കടകളുണ്ട്, ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഓരോന്നിലും ഓരോ ഷോപ്പിംഗ് മോളുകളാണ്. അപ്പോൾ ഇവിടെയൊക്കെ ക്രിസ്മസിൻ്റെ വലിയൊരു ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പല കടകളിൽ കയറി ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ നമ്മൾ അടുത്ത വ്ളോഗിൽ കാണിക്കുന്നതാണ്. പൊന്നാണ് ശരിക്കും ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്. മുത്ത് അങ്ങനെ അടങ്ങി ഒതുങ്ങി കളിക്കാറില്ല. പക്ഷേ ഇപ്പോൾ 2 പേരും കൂടെയാണ് അടുത്ത ആഴ്ചത്തെ ഇവൻറ്റിൽ കളിക്കാനായിട്ട് പോകുന്നത്. 2 സോങ് ഉണ്ട്. അപ്പോൾ സോങ് എനിക്ക് ഇടാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം കോപ്പിറൈറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സോങ് വെച്ചിട്ട് നമ്മളുടെ ഡാൻസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇതുവരെ ഫോളോ ചെയ്യാത്തവർ അതൊന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം H&Mലാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്തു ഡ്രസ്സൊക്കെ. അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ളൊരു IKEA പോലെ തന്നെയുള്ളൊരു ഷോപ്പാണ് യിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ ക്രിസ്മസ് ലൈറ്റും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചു. പിന്നീട് ഈ ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങിക്കണം. അപ്പോൾ അതൊക്കെ മറ്റൊരു വ്ളോഗായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. അങ്ങനെ ശനി ഞായർ പെട്ടെന്ന് പോയി. ആകെ കൂടി ബിസി ആയിട്ടുള്ളൊരു വീക്കെൻഡായിരുന്നു. മിക്ക ശനിയാഴ്ച ഇങ്ങനെ തന്നെ ആയിരിക്കും. ഡാൻസ് ക്ലാസ്സും സ്വിമ്മിങ് ക്ലാസ്സും ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഒരു ദിവസം അങ്ങ് പോയി കിട്ടും. ഇപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്